ലതാ സിജി വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ ഇത്തിരി ചില തടസ്സങ്ങൾ വന്നു. എല്ലാം സദയം ക്ഷമിക്കുമല്ലോ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഹിന്ദി മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞ ചില ക്വസ്റ്റ്യനുകൾ, മാതൃകാ ക്വസ്റ്റ്യനുകൾ പറയായിരുന്നു. ഈ വീഡിയോയിലും അതുതന്നെയാണ് നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ ഒരു ചോദ്യം നോക്കൂ. അവിടെ എന്താ പറയുക, രംഗ് ഫരി, രംഗ് എന്ന് പറഞ്ഞാൽ നിറം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ കൂട്ടുകാരെ? അപ്പോൾ അവിടെ നമ്പറുകൾ, ആ തത്തയുടെ ദേഹത്ത് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ മേളിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിന് ചേരുന്ന കളറ് ആ തത്തയ്ക്ക് കൊടുക്കുക. അപ്പം നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? കാലായാണ്, കറുപ്പാണ്. കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്. അതുപോലെ തന്നെ പിന്നെ വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. അങ്ങനെ ഓരോന്നും അല്ലേ? നീല, പിന്നെ അടുത്തത് ഹര, പച്ച, പിന്നെ ലാൽ രംഗ് ചുവപ്പ് നിറം, പിന്നെ പീല. നിങ്ങൾ അടിസ്ഥാന നിറങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. ലാൽ, നീല, പീല, കാല, ഹര, സഫേദ്, കേസരിയ, ബൈഗനി, അങ്ങനെ ഒത്തിരി നിറങ്ങളുണ്ട്. ഈ ചോദ്യം ഒന്ന് നോക്കൂ. അവിടെ കോഷ്ടക് സേ ഉചിത ശബ്ദ ചുൻകർ പൂരാക്കരു എന്നാണ്. കോഷ്ടക് മീൻസ് ബ്രാക്കറ്റ്. അവിടെ നിന്നും ശരിയായ വാക്ക് ചേർത്ത് എഴുതുക. നമ്മുടെ ചിത്രം തന്നിട്ടുണ്ട്. ഓരോ പ്രവൃത്തിയാണ് ഇവിടെ കാണിക്കുന്നത്. പില്ല അറിയാമല്ലോ എന്താണ്, നായ്ക്കുട്ടി. അപ്പോൾ ആ നായ്ക്കുട്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനം. അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ സോത്താഹെ അങ്ങനെ കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ? അത് ഉറങ്ങുന്നു. അപ്പോൾ ആ ഏത് പ്രവൃത്തിയാണോ അതിൻ്റെ നേരെ ആ ഡാഷ് ഇട്ടിട്ട് അത് പൂരിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ ആ നായ്ക്കുട്ടി കളിക്കുകയാണല്ലോ. അപ്പം പില്ല അതിലേതാണ്? സോത്താഹയാണോ, ഖാത്താഹയാണോ, ഖേൽത്താഹയാണോ നോക്കുക. അപ്പം സോത്താഹ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നു, ഖേൽത്താഹ എന്ന് പറഞ്ഞാൽ കളിക്കുന്നു. അപ്പോൾ ആദ്യത്തേതിൽ കളിക്കുകയാണ്. അപ്പോൾ ഖേൽത്താഹ, അവിടെ പില്ല ഖേൽത്താഹെ. അടുത്തതിൽ ഉറങ്ങുകയാണ് അല്ലേ? ഉറങ്ങുക എന്നുള്ളതിന് എന്ത് പറയും? സോത്താഹെ. അടുത്തത് എന്താ ചെയ്യുന്നത് നോക്കി? ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതിന് ഖാത്താഹെ. ഇത് മൂന്നും നമുക്ക് ഈസിയായിട്ട് എഴുതണമെങ്കിൽ ഈ മൂന്ന് പ്രവൃത്തിയുടെയും ഹിന്ദി വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അർത്ഥം പഠിക്കുന്നതിൻ്റെ ആ പ്രാധാന്യം ഇവിടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇവിടെ മറ്റ് ചില അടിസ്ഥാന കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നിങ്ങൾ 5ാം സ്റ്റാൻഡേർഡിലെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അവിടെ താഹേ എന്ന് ലാസ്റ്റ് വന്നിട്ടുണ്ട്. അത് വർത്തമാനകാലം, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കളിക്കുന്നു, നടക്കുന്നു, എഴുതുന്നത്. കളിച്ചു എന്നായിരുന്നെങ്കിലോ അത് കഴിഞ്ഞു പോയത് ഭൂതകാലമാണ്. ഇപ്പോഴത്തത് നടക്കുന്നത് വർത്തമാനകാലം. ഇനി വരാനുള്ളത് ഭാവി കാലം. അപ്പോൾ അത് നമ്മളിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അത് വ്യാകരണമായിട്ട് തന്നെ പഠിക്കേണ്ട വസ്തുതയാണ്. ഇപ്പം മനസ്സിലായില്ലേ? ഹിന്ദി പരീക്ഷ വളരെ ഈസി ആയിരിക്കുമെന്ന്. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻ കൂടി അടുത്ത വീഡിയോയിൽ തരാം. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാവരും പഠിച്ച് എഴുതുക. അടുത്ത വീഡിയോയിൽ വരുന്നിടം വരെ താങ്ക് യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.